ഇക്ബാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, പ്രധാന ചോദ്യം ശനിയാഴ്ചയാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. വീട്ടിലിങ്ങനെ അടച്ചിരിക്കരുത്, പുറത്തേക്കൊക്കെ ഇറങ്ങണം എന്ന് സുഹൃത്തുക്കൾ ഉപദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഇന്നലെ തിരുവനന്തപുരത്ത് പോയി നിയമസഭ കണ്ടു മടങ്ങി. ഇനിയിപ്പോൾ പാലക്കാട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ എന്ത് നിലപാടെടുക്കാനാണ് സാധ്യത? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ആഴ്ച തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തും, മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അത് ശനിയാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള സൂചനകളിലൂടെ മനസ്സിലാക്കുന്നത്. 2 ദിവസം പാലക്കാടിൻ്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവും. ഞായറാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും മടക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള സൂചന എന്ന് പറയുന്നത്. നിലവിൽ തീരുമാനിച്ചിട്ടുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഏതാനും പരിപാടികളിൽ പങ്കെടുക്കുമെന്ന രീതിയിലുള്ള സൂചനകളും വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ തടയുമെന്നുള്ളതാണ് DYFIയും BJPയും പറയുന്നത്. രാഹുലിന് പാലക്കാട്ടേക്ക് എത്താം, അതിന് സഞ്ചാര സ്വാതന്ത്ര്യം ആരും തന്നെ ഹനിക്കില്ല. പക്ഷേ രാഹുൽ MLA എന്ന രീതിയിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല, രാഹുലിനെ തടയും എന്നുള്ള ഉറപ്പിച്ച തീരുമാനത്തിലാണ് എന്നുള്ളതാണ് DYFIയും BJPയുടെയും നേതാക്കൾ ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുക, അത് ഔദ്യോഗികമായിക്കോട്ടെ അതല്ലെങ്കിൽ വല്ല അസോസിയേഷൻ്റെയോ ക്ലബിൻ്റെയോ പരിപാടിയാണെങ്കിൽ പോലും ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിലായിരിക്കും പ്രതിഷേധം എന്നുള്ളതാണ് ഇന്നലെ DYFI പ്രവർത്തകർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ദേഹോപദ്രവം ഏൽപ്പിക്കാതെ രാഹുൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള സമരങ്ങൾ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ, മണ്ഡലത്തിലേക്ക് എത്തിയാൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് DYFIയും BJPയും ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശനിയാഴ്ചയോടുകൂടി തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള സൂചനകൾ. MLAയുടെ ഓഫീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ചിരുന്നത്. MLA പാലക്കാട്ടേക്ക് എത്തിയിരുന്നതിൽ വലിയൊരു സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പാലക്കാട്ടേക്ക് രാഹുൽ എത്തിയാൽ കവചം തീർക്കും, പ്രതിരോധ കവചം തീർക്കുമെന്ന് കോൺഗ്രസിന്റെ കൗൺസിലർമാർ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്രതികരണം DCC പോലും നടത്തിയിട്ടില്ല. DCCക്ക് ഇപ്പോഴും രാഹുൽ വരുന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയില്ല, അതുപോലെ തന്നെ എങ്ങനെ പ്രതിരോധം തീർക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തതയില്ല. KPCC എടുക്കുന്ന തീരുമാനം, KPCC നേതാക്കൾ അറിയിക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള അറിയിപ്പോ പ്രതികരണമോ നിലവിൽ DCCയും നടത്താൻ തീരുമാനിച്ചില്ല. പക്ഷേ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്നതിൽ I ഗ്രൂപ്പ് നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. പക്ഷേ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ആ പ്രതിഷേധങ്ങളെ തടയാൻ തന്നെയാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.